എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MongoDB കോമ്പസ് Ubuntu 22.04 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്യുക, ഇൻസ്റ്റാൾ MongoDB കോമ്പസ് ഓൺ Ubuntu 22.04. ലൈക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു MongoDBൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വെബ്സൈറ്റ് തന്നെ കിട്ടും, MongoDB.com എന്ന സൈറ്റ്. ആ സൈറ്റിൽ കയറുക. ആ സൈറ്റിൽ കയറുമ്പോൾ ഇവിടെ ഡൗൺലോഡാണ് ഇൻസ്റ്റാളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, അതുപോലെ ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഇതിൽ തന്നെ .db ഫയലുണ്ട്, .rmb ഫയലുണ്ട്. നമുക്ക് ഡബ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതാണ് ഒന്നുകൂടി ബെറ്റർ തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി CMD ഓപ്പൺ ആക്കുക. എന്നിട്ട് ഈ ഫസ്റ്റ് കാണുന്ന ഡൗൺലോഡ് MongoDB കോമ്പസ് എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ്, ഇത് നമ്മൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ MongoDB കോമ്പസ്. വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. ഇത് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ലാപ്പിൻ്റെ പാസ്വേഡ് അടിക്കുന്നു. എന്നിട്ട് സ്റ്റാർട്ട് MongoDB. അടുത്ത ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം MongoDB കോമ്പസ്. ജസ്റ്റ് ഓപ്പൺ നടക്കുന്നുണ്ട്. എല്ലാ സംഭവവും അത് തന്നെ. ഇപ്പോൾ ഉബുണ്ടുവിൽ എന്ത് സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് CMD ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. വിൻഡോസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് പണിയൊന്നും എടുക്കേണ്ട. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് തോന്നുന്നുണ്ട്. ഒരുപാട് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ച പോലെ തോന്നുന്നു. എന്തായാലും നമുക്ക് സംഭവം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെട്ടില്ലെങ്കിലും കോമ്പസ് ഉപയോഗിക്കുന്ന ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോളൂ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പെട്ടെന്ന് വന്നൊരു ഐഡിയ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.